എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കോട്ടയം സ്പെഷ്യൽ മീൻ തലക്കറിയാണ്. ഇതിനായി വേസ്റ്റ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2.5 കിലോ വറ്റമീൻ തലയാണ് എടുത്തിരിക്കുന്നത്. 8 കഷ്ണം കുടംപുളി, 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് 15 മിനിറ്റ് മാറ്റി വെക്കണം. തലക്കറി തയ്യാറാക്കാൻ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ചതച്ചെടുത്ത 3 മുഴുവൻ വെളുത്തുള്ളിയും അരിഞ്ഞുവെച്ചിരിക്കുന്ന വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അരച്ചുവെച്ചിരിക്കുന്ന 1/4 കിലോ ചെറിയുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 മിനിറ്റ് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. തക്കാളിക്ക ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന കുടംപുളിയിലെ വെള്ളം മാത്രം ഈ സമയം ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പുളിവെള്ളം വറ്റിക്കഴിഞ്ഞ് ഗ്രേവിയിലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം തിളച്ചു വരുന്ന സമയം മീൻ കറിക്ക് എരിവും നിറവും കൂട്ടാനായി കുറച്ചു വെളിച്ചെണ്ണയിൽ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി ചെറിയ തീയിൽ 2 മിനിറ്റ് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം കറിക്ക് പാകത്തിന് ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ടോന്ന് നോക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മൂടിവെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ കുതിർത്തുവെച്ച കുടംപുളി ആവശ്യത്തിനിട്ട് 10 മിനിറ്റ് മൂടിവെച്ച് വേവിക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. മീൻ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തുപൊടിച്ച കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തി ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്താലും മതി. കുറച്ച് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ചേർത്ത് 10 മിനിറ്റ് മൂടി വയ്ക്കണം. ഈ സമയം തീ ഓഫ് ചെയ്യാം. കോട്ടയം സ്പെഷ്യൽ മീൻ തലക്കറി റെഡിയായിട്ടുണ്ട്. മീനിലേക്ക് പുളിയും എരിവും എല്ലാം നന്നായി പിടിച്ചു വരാൻ കുറഞ്ഞത് 2 മണിക്കൂർ സമയമെങ്കിലും ഇതുപോലെ മാറ്റിവെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.